നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീലിന് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു. ചിരവൈരികളായ അർജന്റീനയാണ് ബ്രസീലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ 78-ാം മിനിറ്റിൽ ഗൂണ്ടു നേടിയ ഗോളാണ് അർജന്റീനയ്ക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഇതോടുകൂടി അർജന്റീന പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത കരസ്ഥമാക്കുകയും നിലവിലെ ചാമ്പ്യന്മാരായ ബ്രസീൽ ഈയൊരു യോഗ്യത ലഭിക്കാതെ പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ഈ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ സൂപ്പർ താരം ജോൺ കെന്നഡിയെ പരിശീലകൻ റാമോൺ മെനസസ് ഉൾപ്പെടുത്തിയിരുന്നില്ല. മികച്ച പ്രകടനം സമീപകാലത്ത് ടീമിന് വേണ്ടി നടത്തുന്ന താരമാണ് കെന്നഡി. അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താത്തതിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഈ പരിശീലകന് ഏൽക്കേണ്ടി വന്നിരുന്നു. മാത്രമല്ല, കെന്നഡി പകരക്കാരനായി വന്നതിന് ശേഷം മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും മത്സരശേഷം ബ്രസീലിനെതിരെ അഥവാ സ്വന്തം ടീമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് യുവ പ്രതിഭയായ കെന്നഡി. വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു തൃഷ്ണത അഥവാ ഒരു ത്വര ബ്രസീൽ കാണിച്ചില്ല എന്നുള്ളത് ഇദ്ദേഹം തന്നെ ആരോപിച്ചിട്ടുണ്ട്. കെന്നഡിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് നാണക്കേട് തോന്നുന്നു, വല്ലാതെ നാണക്കേട് തോന്നുന്നുണ്ട്. ബ്രസീലിനെ പോലെയുള്ള ഒരു ടീം ഒരിക്കലും ഒളിമ്പിക്സിന് യോഗ്യത നേടാനാവാതെ പുറത്താവാൻ പാടില്ല. ഗോളുകൾ നേടാൻ വേണ്ടിയോ വിജയിക്കാൻ വേണ്ടിയോ ഉള്ള ഒരു തൃഷ്ണത ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതാണ് കെന്നഡി ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത്. 2016-ലെ ഫുട്ബോളിലെ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത് ബ്രസീലാണ്. അന്ന് നെയ്മർ ജൂനിയർ ആയിരുന്നു ബ്രസീലിന് വേണ്ടി തിളങ്ങിയിരുന്നത്. നിലവിലെ ഗോൾഡ് മെഡൽ ജേതാക്കളും ബ്രസീൽ തന്നെയാണ്. ടൂർണമെന്റിൽ തിളങ്ങിയത് സൂപ്പർ താരം റിച്ചാർലിസൺ ആയിരുന്നു. പക്ഷെ ഇത്തവണ യോഗ്യത പോലും നേടാനാവാതെ ബ്രസീൽ പുറത്താകുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.